കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കുവാനായി ഒരു ഭാഗത്തേക്ക് മാറി നിന്ന മുസ്ലിം സൈന്യത്തിന് നേരെ വിക്രമൻ വീണ്ടും വരികയും ഇമയാൻ റളിയല്ലാഹു തങ്ങൾ പാപ്പാനെ വധിക്കുകയും അവിടെ നിന്നും വേഗം ഓടിക്കളയുകയും ചെയ്ത രംഗങ്ങളാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ചരിത്രം ഇവിടെ തുടരുകയാണ്. യുദ്ധം ആരംഭിച്ചിട്ട് 9 ദിവസമായി. ഇത്തവണ വിക്രമൻ നേരിട്ടാണ് പട നയിക്കുന്നത്. അബൂത്വാഹിർ തങ്ങൾ പാപ്പ സമാധാനത്തിന് വേണ്ടിയുള്ള പല നിർദ്ദേശങ്ങളും വെച്ചു നോക്കി. പക്ഷേ അതൊന്നും അവർക്ക് വേണ്ട. യുദ്ധം തന്നെയായിരുന്നു അവർക്ക് വേണ്ടത്. അയാൾ അടർക്കളത്തിലേക്കിറങ്ങി. അബൂത്വാഹിർ തങ്ങൾ പാപ്പയും അവരും പരസ്പരം പൊരുതി. ബാദുഷായുടെ ധീരനായ പുത്രൻ വിക്രമൻ്റെ കുതിരയെ ഒരു വെട്ടിനു ശരിയാക്കി. അയാൾ മറ്റൊരു കുതിരപ്പുറത്തേക്ക് ചാടിക്കയറി. മറ്റൊരു വെട്ടിന് അദ്ദേഹത്തിൻ്റെ വലതുകരവും അറ്റുവീണു. ഈ സന്ദർഭത്തിൽ ദുഷ്ടചിന്ത അവൻ്റെ മനസ്സിൽ സ്ഥിരീകരിച്ചു. എങ്ങനെയെങ്കിലും ചതിയിൽ അബൂതാഹിറിനെ അകപ്പെടുത്തണം. എത്രയും പെട്ടെന്ന് അദ്ദേഹം ആലോചിച്ചു. എത്ര തന്നെ ശ്രമിച്ചിട്ടും പിടിച്ചു നിൽക്കാനാവാതെ അവൻ പിന്തിരിഞ്ഞോടി. അബൂത്വാഹിർ തങ്ങൾ പാപ്പ പിറകെയോടി. ഘോരമായ വനത്തിലൂടെ ഓടുകയാണ്. മുമ്പിൽ ഓടിയിരുന്ന രാജാവിനെ കാണുന്നില്ല. അബൂത്വാഹിർ തങ്ങൾ പാപ്പ ഒരുപാട് വനാന്തരത്തിലൂടെ തെരഞ്ഞു നടന്നു. അപ്പോൾ ഒരു സൈന്യം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചാടി വീണു. മാരകമായ അസ്ത്രങ്ങൾ അവർ പ്രയോഗിച്ചു. അത്രയധികം ആളുകളോട് ഒറ്റയ്ക്ക് പൊരുതുവാൻ ഒരാൾക്കും സാധിക്കുകയില്ല. എല്ലാം വിക്രമൻ്റെ ചതിയായിരുന്നു. അദ്ദേഹം അവിടെ കിടന്ന് രക്തസാക്ഷിയായിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അബൂതാഹിർ തങ്ങൾ പാപ്പയും വഫാത്തായിരിക്കുന്നു. വിക്രമനും പാണ്ഡ്യസേനക്കും ആശ്വാസമായില്ല. ഭീതി അവരെ കാർന്നു തിന്നു. നേരെ കൊട്ടാരത്തിലേക്കോടി. കൊട്ടാരത്തിൽ കയറി വിക്രമൻ 10,000-കണക്കിന് സൈന്യത്തെ കോട്ടയുടെ ചുറ്റും കാവൽ നിർത്തി. ബാദുഷാ തൻ്റെ ഓമനപുത്രൻ്റെ വേർപാടിൽ ഉള്ളുനൊന്ത് കരഞ്ഞു. ആത്മസംയമനം വീണ്ടെടുത്ത് മറമാടാനുള്ള ഏർപ്പാട് ചെയ്തു. ഏർവാടിയിൽ അബൂതാഹിർ തങ്ങൾ പാപ്പയെ മറവ് ചെയ്യുകയും ഇന്നും നമുക്ക് അവിടെ പോയാൽ അബൂതാഹിർ തങ്ങൾ പാപ്പയുടെ ജനാസ അവിടുത്തെ മക്ബറ സിയാറത്ത് ചെയ്യാൻ കഴിയുന്നതുമാണ്. ഇബ്രാഹിം ബാദുഷാ തങ്ങൾ പാപ്പ തൻ്റെ മകൻ്റെ വിയോഗത്തിലുള്ള ദുഃഖം ഒതുക്കി കഴിയുകയാണ്. എന്നാലും ഒരുപാട് ആളുകൾ ഷഹീദായി. പല നിരപരാധികളും മരണപ്പെട്ടു. എന്തിനാണ് ഈ യുദ്ധം? അപ്പോഴും അതുതന്നെയാണ് ചോദ്യം. പക്ഷേ ഭാവി പരിപാടി ആസൂത്രണം ചെയ്യുകയല്ലാതെ നിവൃത്തിയില്ല. കാരണം യുദ്ധത്തിന് അവർ മുന്നോട്ട് വരുമ്പോൾ പ്രതികരിക്കാതെ നിവൃത്തിയില്ല. പിടിച്ചു നിൽക്കണ്ടേ? എന്തു ചെയ്യും? ഒരു അന്തിമ പോരാട്ടത്തിന് ഒരുങ്ങാൻ ഇബ്രാഹിം ബാദുഷാ തങ്ങൾ പാപ്പ തൻ്റെ അനുയായികൾക്ക് ആഹ്വാനം നൽകി. തൻ്റെ സൈന്യത്തെ നേരെ വിക്രമൻ്റെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹം തിരിച്ചുവിട്ടു. വിക്രമൻ തൻ്റെ നാടിൻ്റെ പൗരപ്രമുഖരോട് യുദ്ധത്തിനെക്കുറിച്ച് ആലോചിച്ചു. അവരെല്ലാം എതിർപ്പായിരുന്നു. വെറുതെ ഒരു യുദ്ധത്തിൻ്റെ ആവശ്യമുണ്ടോ? എന്തിനാണ് യുദ്ധം? അവർ നമ്മളോടോ നമ്മുടെ രാജ്യത്തോടോ ദ്രോഹം ചെയ്യുന്നില്ല. അവർക്ക് താല്പര്യമുള്ളവർ അവരുടെ കൂട്ടത്തിൽ പോയിക്കോട്ടെ. അതിനെന്താണ് നമുക്ക് പ്രശ്നം എന്നായിരുന്നു അവരുടെ ചോദ്യം. എന്തിനാണ് ഈ യുദ്ധമെന്ന ആപത്ത് വിലക്ക് വാങ്ങുന്നത് എന്നായിരുന്നു അവരുടെ ചോദ്യം. അതാണ് അവർ വീണ്ടും വീണ്ടും ചോദിച്ചത്. പക്ഷേ അവൻ്റെ അഹങ്കാരം വിട്ടുവീഴ്ചയ്ക്ക് സമ്മതിച്ചില്ല. മുസ്ലിം സൈന്യം അപ്പോഴേക്കും കൊട്ടാരം വളഞ്ഞു കഴിഞ്ഞിരുന്നു. അന്നുവരെ നടന്ന പോരാട്ടത്തിനെല്ലാം ആകത്തുകയാണ് പിന്നീട് നടന്നത്. ശക്തമായ പോരാട്ടം. ബാദുഷായും വിക്രമനും ഏറ്റുമുട്ടി. 2 വീരകേസരികൾ. ആർത്തിരമ്പിയുള്ള പോരാട്ടം. എന്തൊരു പോരാട്ടം! ആരും ഞെട്ടിപ്പോകുന്ന പോരാട്ടം. 2 വീരശൂര പരാക്രമികളാണ്. ആരെ തോൽപ്പിക്കും? എന്ത് സംഭവിക്കും? ഇനി എന്താണിവിടെ സംഭവിക്കുക? ഇതൊന്നും നിയമിക്കാനാവാത്തൊരു അവസ്ഥ. വിജയം നിയമിക്കാനാകാത്ത വല്ലാത്തൊരവസ്ഥ. ബാദുഷാ തങ്ങൾ പാപ്പയുടെ വെട്ടേറ്റുകൊണ്ട് വിക്രമൻ്റെ വലതുകരവും മുറിഞ്ഞു വീണു. അപ്പോൾ അയാൾക്ക് കൈകളില്ല. മറ്റൊരു വെട്ടുകൂടി ഒരു വൻമരം കടപുയകിയതുപോലെ അവർ നിലം പതിച്ചു. തക്ബീർ ധ്വനികൾ എങ്ങും മുഴങ്ങി. സൈന്യങ്ങളെല്ലാം ബാദുഷാ തങ്ങൾ പാപ്പയ്ക്ക് കീഴിൽ. അവർക്കെല്ലാം ബാദുഷാ മാപ്പ് നൽകി. എല്ലാ സൈന്യങ്ങളും ബാദുഷാ തങ്ങൾ പാപ്പയുടെ നേരെ വന്നു. പക്ഷേ ബാദുഷാ തങ്ങൾ പാപ്പ അവരോട് പറഞ്ഞു, നിങ്ങൾക്കെല്ലാം ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. കഴിയേണ്ട സമയത്ത് എല്ലാം കഴിഞ്ഞു. ആരോടും നമുക്ക് വെറുപ്പില്ല. ഇനി ഈ യുദ്ധം തിരശീല വീഴുകയാണ്. ഇങ്ങനൊരു യുദ്ധം ഈ മണ്ണിൽ ഇനി വേണ്ട. കാരണം യുദ്ധത്തിൻ്റെ കൊതിയനായ രാജാവ് നമ്മുടെ മുന്നിൽ നിന്നും മാഞ്ഞു പോയിരിക്കുന്നു. ഇനി ഇവിടെ ഒരു യുദ്ധവും സംഭവിക്കരുത്. എല്ലാവരും എല്ലാവരുടെ മട്ടത്തിലും ജീവിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ മതം പറയും, നിങ്ങൾ നിങ്ങളുടെ മതം പറഞ്ഞുകൊള്ളുക. ഏതായാലും ഞങ്ങളിവിടെ വന്ന ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. സത്യത്തിൻ്റെ പാത നിങ്ങളുടെ മുന്നിൽ തുറന്നു വെക്കുക എന്ന് മാത്രമാണ്. അങ്ങനെ ഇൻഷാ അല്ലാഹ് ആ യുദ്ധത്തിനൊരു തിരശ്ശീല വീഴുകയാണ്. ആ ഭരണകൂടം
ബാദുഷാ അധീനപ്പെടുത്തുകയും ചെയ്തു. ഇനി ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പയാണ് ഏർവാടിയുടെ ഭരണം, അതായത് മധുരയുടെയും തിരുനെൽവേലിയുടെയും മറ്റു ഭരണങ്ങളെല്ലാം ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പയുടെ അധീനതയിൽ വന്നിരിക്കുകയാണ്. എല്ലാം കെട്ടൊടുങ്ങി, യുദ്ധങ്ങളുടെ കൊതിയും മറ്റും എല്ലാം അടങ്ങി, എല്ലാ രാജാക്കന്മാരുടെയും പത്തിമടക്കി ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പ ഏർവാടിയുടെ മണ്ണിൽ ഭരണം തുടങ്ങുകയാണ്. പൗത്രമാണിക്യപട്ടണം തൻ്റെ ഭരണസിരാ കേന്ദ്രത്തിന് ഏർബദ് എന്ന് പേര് വിളിച്ചു. പിൻകാലത്ത് ഏർബദ് ഏർവാടിയായി മാറി. രാമനാഥപുരം, മധുര എന്നീ ജില്ലകളിൽ അദ്ദേഹം ഭരണം നടത്തി. ജനക്ഷേമമായ പല പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചു. അധമരും അപൂർണരുമായ തരം താഴ്ന്നവരെയും മറ്റു ജനങ്ങളെയും എല്ലാവരെയും ഒരൊറ്റ മാർഗമായി സ്നേഹിച്ചുകൊണ്ടു ഉള്ള ഭരണം. ആർക്കും ആരോടും വിരോധമില്ല. അതുതന്നെയാണ് ഇന്നും നമ്മൾ ഏർവാടിയിൽ പോയാൽ നമ്മളിപ്പോൾ ഈ കഥയൊക്കെ പറയുമ്പോഴും കുറ്റങ്ങളും മറ്റും പറയുമ്പോഴൊക്കെ പലരും മനസ്സിലാക്കിയിരുന്നു മുസ്ലിങ്ങൾ അവരെ കൊല ചെയ്തു എന്ന്. എന്നാൽ ഒന്ന് മനസ്സിലാക്കുക, ഇന്നും ഏർവാടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റു മതസ്ഥരെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ അവർ ആരെയും മറ്റു മതസ്ഥരെ പിന്നീട് ആക്രമിച്ചിട്ടില്ല, നേരെ വന്നവരെ മാത്രം ആക്രമിച്ചിട്ടുള്ളൂ. അത് അവരുടെ ജീവൻ നിലനിൽക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രതിരോധം തന്നെയായിരുന്നു. അത് ഇന്നും ആരുടെ നേരെ ആര് ചെന്നാലും പ്രതിരോധമുണ്ടാകും. ഇന്നും ഏർവാടിയുടെ പരിസരത്തും ഏർവാടിയുടെ തൊട്ടപ്പുറത്തും നമുക്ക് പല ക്ഷേത്രങ്ങളും പല വിഷയങ്ങളും കാണാം. അപ്പോൾ അവിടെ മതപരമായ ഒരു തർക്കമല്ല അന്ന് നടന്നത്, അതൊരു രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധമായിരുന്നു. അതുകൊണ്ട് അതിനെ മറ്റൊരു ദിശയിലേക്ക് നമ്മൾ കൊണ്ടുപോകാതിരിക്കലാണ് നമുക്ക് ഏറ്റവും നല്ലത്. കാരണം ഇന്നും ഏർവാടിയിൽ എല്ലാ മതസ്ഥരും വരുന്നുണ്ട്. അതിനൊന്നും നമ്മൾ ഇന്നും ആർക്കു മുന്നിലും തലകുനിക്കേണ്ട ഗതി ആർക്കും വന്നിട്ടില്ല. അങ്ങനെ ഏർവാടി നല്ല രീതിയിലുള്ളൊരു ഭരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പയുടെ ഉപദേശങ്ങൾ അവർക്ക് തേന്മയായി വർഷിക്കുകയാണ്. എല്ലാ മതക്കാർക്കും തേന്മയ. എന്തൊരു സന്തോഷമുള്ള ഭരണം. ബാദുഷാ തങ്ങളുപ്പാപ്പ തൻ്റെ രണ്ടാമത്തെ മകൻ സൈനുല്ലാബിദീനെ മദീനയിലേക്ക് തന്നെ തിരിച്ചയച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ റോമിൽ നിന്നും വന്ന കുറേ ആളുകളും തിരിച്ചുപോയി. മദീനയിലുള്ളവരും റോമിലുള്ളവരുമെല്ലാം ബാദുഷായുടെ വിജയത്തിൽ അകമയിഞ്ഞ് ആഹ്ലാദിച്ചു. ഭരണം കിട്ടിയെന്നുറപ്പിച്ച് ബാദുഷാ തങ്ങളുപ്പാപ്പ അതിൽ ലയിച്ചില്ല. പഴയപടി നിസ്കാരവും ഓത്തും വ്രതങ്ങളും തുടങ്ങി പോന്നു. ഒരു ദിവസം ഒരു പ്രായമായ ഒരു വയസ്സായ ഒരാൾ അദ്ദേഹത്തെ, അതായത് ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പയെ സമീപിച്ചു. ഇബ്രാഹിമേ, താങ്കൾ അനുഗ്രഹീതൻ തന്നെയാണ്. പ്രവാചകൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ വന്ന് ദീനീ പ്രബോധനം നടത്തി വിജയക്കൊടി പാറിപ്പിച്ചില്ലേ? താങ്കൾക്ക് ഞാൻ ചില വിശുദ്ധ ആയത്തുകൾ ഓതിത്തരാം. അതു കാരണം നിങ്ങൾക്ക് പല കീർത്തികളും ഉണ്ടാകും. നിങ്ങളുടെ ഖബറിങ്കൽ പല കറാമത്തുകളും ദൃശ്യമാകും. താങ്കൾക്ക് പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ജുമഅക്ക് പോകണമെന്നുണ്ടെങ്കിൽ കടപ്പുറത്ത് ചെന്നാൽ മതി. ഒരു പുലി നിങ്ങളെ സഹായമായി അവിടെ തയ്യാറായി നിൽപ്പുണ്ടാവും. തിരിച്ചു വരാനും അതിനെ ഉപയോഗിക്കാം. ഇത്രയും പറഞ്ഞ് ആഗത അവിടുന്ന് അപ്രത്യക്ഷനായി. അത് ഹിളിർ നബിയായിരുന്നു എന്ന് പിന്നീട് ചരിത്രം പറയുന്നു. ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പ ഓരോ ജുമഅക്കും ഇമാമായി നിസ്കരിക്കുവാനും മക്കത്ത് ജുമായിൽ പങ്കെടുക്കുകയും പതിവായിരുന്നു എന്ന് ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കാര്യങ്ങൾ ഇപ്പോൾ ഏർവാടിയിലും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളും എല്ലാം സമാധാനത്തിലും സന്തോഷത്തിലുമാണെങ്കിലും പാണ്ഡ്യൻ പടയിൽ നിന്നും നാടുകടത്തിയവർ ഇപ്പോഴും അവിടെ നിന്നും ഇബ്രാഹിം ബാദുഷാക്ക് നേരെ വലിയ ഘോരമായ യുദ്ധത്തിന് തന്നെ ഒരു ഒരുക്കം ഒരുങ്ങുകയാണ്. ഒരു നാൾ ആ യുദ്ധം സംഭവിച്ചു. അടുത്ത ചരിത്രത്തിൽ നമുക്ക് പറയാനുള്ളത് ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വലിയ വിഷമങ്ങൾ നിറഞ്ഞ ഈ ചരിത്രം നമ്മുടെ മുന്നിലേക്ക് ഇനിയും നമ്മൾ കാണേണ്ടതും കേൾക്കേണ്ടതുമുണ്ട്. ഇൻഷാ അല്ലാഹ് ചരിത്രത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് കേൾക്കാം. തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതും കേട്ടതും നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായി അമലായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.